നമസ്കാരം. വെൽക്കം ടു വൈറ്റ് ബോക്സ് ടോക്സ്. നമ്മൾ ഓരോ ആഴ്ചയും ഒന്നോ രണ്ടോ വിഷയത്തെക്കുറിച്ച് എന്നും സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്നെ പഠിപ്പിച്ച എൻ്റെ ഹൈസ്കൂളിൽ എൻ്റെ അധ്യാപകനായിരുന്ന അജിത്ത് മാഷെ കുറിച്ചാണ്. അജിത്ത് മാഷ് എൻ്റെ മാത്സ് അധ്യാപകനായിരുന്നു. 9ലും 10ലും എൻ്റെ ക്ലാസ് അധ്യാപകനും എൻ്റെ കണക്ക് മാഷുമായിരുന്നു. എന്നെ സ്വാധീനിച്ച ഒരുപാട് നല്ല അധ്യാപകരിൽ ഒരാളാണ് അജിത്ത് മാഷ്. അജിത്ത് മാഷെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കുറച്ച് കഥകളുമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് അധ്യാപകൻ ആരാണ്, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മാഷ ആരാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടങ്ങാം. അപ്പം പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 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 ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ 2 പാരൻസും അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. ഞാൻ എൻ്റെ 1 മുതൽ 7 വരെയുള്ള പഠന കാലഘട്ടം എന്നുള്ളത് എൻ്റെ ഉമ്മാൻ്റെ സ്കൂൾ തന്നെയായിരുന്നു. എൻ്റെ 4ാം ക്ലാസ്സിലെ എൻ്റെ അധ്യാപിക എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഞാനൊക്കെ പഠിച്ച സാധാരണ ഗവൺമെൻറ് സ്കൂളുകളാണ് പഠിച്ചു വളർന്നതൊക്കെ. ഞാൻ 8, 9, 10 എന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലെ ഒരു ഗവൺമെൻറ് VMC ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്നത്. വണ്ടൂരിൽ 2 മെയിൻ സ്കൂളാണുള്ളത്. ഒന്ന് വണ്ടൂർ ഗേൾസും പിന്നെ വണ്ടൂർ ബോയ്സും. ആ വണ്ടൂർ ബോയ്സാണ് പിന്നെ മിക്സ് സ്കൂളായി വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളായി മാറുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇത്രയും കാലഘട്ടത്തിൽ എൻ്റെ പഠനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മകളുള്ള, അല്ലെങ്കിൽ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഹൈസ്കൂൾ കാലഘട്ടം തന്നെയാണ്. അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും. ഓരോരുത്തർക്ക് അവരുടെ കോളേജ് കാലഘട്ടമായിരിക്കും, ചിലർക്ക് അവരുടെ UP കാലഘട്ടങ്ങൾ, ഹയർ സെക്കൻഡറി കാലഘട്ടങ്ങളായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ജീവിതം ഏറ്റവും ആസ്വദിക്കുകയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നിന്നുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എൻ്റെ ഹൈസ്കൂൾ പഠന കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ അജിത്ത് മാഷിലേക്ക് വരാം. അജിത്ത് മാഷ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ഗണിത അധ്യാപകനാണ്, എൻ്റെ മാത്സിൻ്റെ കണക്കിൻ്റെ മാഷാണ്. പൊതുവേ നമുക്കൊരു മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു ഫിഗർ ഉണ്ടല്ലോ, ഒരു ടെറർ മനുഷ്യനാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ഒരു കഥകളോ അല്ലെങ്കിൽ സിനിമകളൊക്കെ ഇപ്പോൾ നെറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാത്സ് അധ്യാപകൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചാക്കോ മാഷ പോലെ, സ്ഫടികത്തിലെ ചാക്കോ മാഷ പോലെയൊക്കെയുള്ള ടെററായ കടുവയെ പോലെയുള്ള ഒരാളാണ്. അങ്ങനെ തന്നെയാണ് ഒരു 98% ആളുകൾ കേട്ടോ. അപ്പോൾ ഈ 98% മാത്സ് അധ്യാപകരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനൊരു എക്സാമ്പിൾ പോലെ എന്നെ പഠിപ്പിച്ച, എന്നെ ട്യൂഷൻ എടുത്ത് എന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, സാർ. പുള്ളി മമ്പാടി MES കോളേജ് അധ്യാപകനായിരുന്നു, കോളേജ് ലെക്ചറായിരുന്നു. അപ്പോൾ പ്രൊഫസർ അനസാർ പറഞ്ഞൊരു കഥയുണ്ട് എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മ വരുന്നത്. പുള്ളി മുമ്പ് പറഞ്ഞ വിഷയം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മളുണ്ടല്ലോ ഒട്ടുമിക്ക മാത്സ് അധ്യാപകരും എന്തുകൊണ്ട് ടെറർ ആവുന്നു, അവരെന്തുകൊണ്ട് ഇത്രയും കർക്കശക്കാരായി മാറുന്നു എന്നതിന് ഉത്തരം എപ്പോഴും മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നാമത് കുട്ടികൾക്ക് മനസ്സിലാവില്ല, അപ്പോൾ പൊതുവെ ദേഷ്യം വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മാത്സ് പഠിക്കുന്ന സമയത്ത് വളരെ കൺസേൺസ് ആയിട്ട്, വളരെ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഡെറിവേഷനും ഇൻ്റഗ്രേഷനും പിന്നെ ഈ ട്രിഗണോമെട്രിയും പൈതഗോറസും ഒക്കെ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ടീച്ച്. അപ്പോൾ ഡീൽ ചെയ്യുന്നത് ഒരു ഹാർഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ടീച്ചേഴ്സും കുറച്ച് ഹാർഡ് ആവുന്നതാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അജിത്ത് മാഷിലേക്ക് കൊണ്ട് നമ്മൾ മടങ്ങി വരാം. അപ്പോൾ അജിത്ത് മാഷനല്ല, അജിത്ത് മാഷിൻ്റെ പ്രത്യേകിച്ചാൽ അജിത്ത് മാഷത്തിന് ഹൈറ്റ് കുറഞ്ഞ് നന്നായി വേഗത്തിൽ നടക്കുന്ന ഒരു അധ്യാപനാണ്. അജിത്ത് മാഷൻ സ്കൂളുകൾക്ക് എന്താ ചില ഇരട്ടപ്പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാഷ പോലെ അത്ര ടെറർ അല്ലെങ്കിലും കുറച്ച് ദേഷ്യപ്പെടുകയും ചീത്ത പറയുകയും ചെയ്യുന്ന അധ്യാപനം തന്നെയാണ്. പക്ഷെ മാഷ അടിച്ചതായിട്ട്, അന്നൊക്കെ സ്കൂളുകളിൽ അടികൾ കിട്ടുമായിരുന്നല്ലോ, പക്ഷെ മാഷ അടിച്ചതായിട്ട് അത്ര ഓർമ്മയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മാത്സ് എന്നുള്ളത് എനിക്കൊരു ഇഷ്ട സബ്ജക്റ്റ് ആയിരുന്നു. അന്ന് എനിക്ക് ഇന്നും മാത്സും കാൽക്കുലേഷൻസും ഒക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്നും രാവിലെ ആലോചിച്ച് നോക്കും, എല്ലാ ദിവസവും നമുക്ക് മാത്സ് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അദ്ദേഹമാണ് ക്ലാസ് ടീച്ചർ. അപ്പോൾ ഒട്ടുമിക്ക ദിവസവും രാവിലത്തെ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് മാത്സ് ആയിരിക്കും. അതൊരു നൈറ്റ് മെയർ തന്നെയല്ലേ, പലർക്കും ഒരു പേടി സ്വപ്നമായിരിക്കും എന്നും രാവിലെ വന്നിട്ട് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ മാത്സ് പഠിക്കാനല്ല. പക്ഷെ അതായിരുന്നു 2 വർഷം, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഞങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ മാഷർ നാട്ടിൽ പറഞ്ഞ പോലെ ഹൈറ്റ് കുറഞ്ഞാണ് ഈ അധ്യാപകർ. അപ്പോൾ മാഷിൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്നത് എപ്പോഴും ഹൈറ്റിൻ്റെ ക്രമത്തിലായിരിക്കും. അങ്ങനെ ബാക്കിലോട്ട് ബെഞ്ചിട്ടിരിക്കുന്ന ആണ് ഇരിക്കുന്ന ക്ലാസ്സിൽ. അപ്പോൾ മാഷ ക്ലാസ്സിൽ എത്ര വലിയ എന്ത് പ്രിവിലേജുള്ള ആളാണെങ്കിലും, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടാണ് ഈ അജിത്ത് മാസ്റ്റർ. അല്ലെങ്കിൽ അങ്ങനെ പലരും ആ ക്ലാസ്സിൽ അങ്ങനെ മാഷ അടുത്ത സുഹൃത്തുള്ള മക്കൾ പോലും പഠിച്ചിരുന്നു. അധ്യാപകരുടെ മക്കൾ തന്നെ പലരും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷേ മാഷ ക്ലാസ്സിലെ ഹൈറാർക്കി എന്ന് പറയുന്നത് ഹൈറ്റാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, മാഷിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് എല്ലാ കുട്ടികളും കാണാൻ വേണ്ടിയിട്ട് മാഷ ഹൈറ്റിൻ്റെ ക്രമത്തിൽ കുട്ടികൾ ഇരുത്തും.
രണ്ടാമത്തെ മാഷ് ഞങ്ങളോട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതിൽ. എല്ലാ കുട്ടികളെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഇക്വാലിറ്റിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് മാഷ് നമ്മൾ പോലും അറിയാതെ നമ്മളതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാം. അപ്പോൾ പലരും ഈ ഇടകലർന്ന് ഇരുന്ന് പഠിക്കുമ്പോഴും നമ്മളെ ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞത് പലതരം കപ്പാസിറ്റി ഉള്ള പലതരം ജീവിത സാഹചര്യങ്ങൾ വന്ന കുട്ടികളായിരിക്കും. അപ്പോൾ നമുക്കത് അത്രയും ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒരു സോഷ്യൽ അനിമൽ എന്ന നിലയ്ക്ക് നമ്മൾ വാർത്തെടുക്കാനും അജിത്ത് മാഷിന് പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും രസകരമായ അവസ്ഥ. അജിത്ത് മാഷ് ഒരു പ്രത്യേകിച്ച് മാഷിന് ആളുകൾ ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഹൈറ്റ് കുറഞ്ഞ കുറച്ച് പെൺകുട്ടികളുണ്ട്. ഇവരാണ് എന്നും അജിത്ത് മാഷിൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് ഒരു വിധേയമാകുന്ന ആളുകൾ. അപ്പോൾ മാഷ് പ്രത്യേകം എന്താ വെച്ചാൽ മാഷ് വന്ന് ആദ്യം പുസ്തകം തിരിച്ചു വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കും തിരിച്ചു വെച്ചിട്ട് ഇവരോട് ചോദിക്കും ഇന്നലെ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇവരോടായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ ഷൈമ, ദൃശ്യ, മഞ്ജു ഇവരൊക്കെ എന്നും അജിത്ത് മാഷിൻ്റെ ഈ ക്രൂര വിനോദത്തിന്, ക്രൂരം എന്നും പറയാൻ പാടില്ല, പക്ഷേ മാഷ് ഇനീഷ്യൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ ആക്ടിവിറ്റികൾക്കും പാത്രമാവുന്ന ഇവരായിരിക്കും പല സമയത്ത്. അങ്ങനെ മാഷിന് വേറെ പ്രത്യേകത ഉണ്ട്. മാഷ് എപ്പോഴും ക്ലാസ്സിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മാഷിന് ആക്യുറേറ്റ് ആൻസർ ആവശ്യമുണ്ട്. നമുക്കിനി ഒത്തിരി അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത് മാഷിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുന്നതിന് പകരം മാഷിന് കറക്റ്റായിട്ട് ഉത്തരം പറയാം. ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് പറയാതിരിക്കുക. ഇത് മാഷ് പറഞ്ഞൊരു കഥയുണ്ട്, അതാണ് ഏറ്റവും രസകരം. ഉദാഹരണത്തിന് മാഷ് അത് പറഞ്ഞ രീതിയും ഭയങ്കര നല്ല സ്റ്റോറി ടെല്ലർ നരേശിന് എപ്പോഴും അജിത്ത് മാഷ് കഥകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് യാത്ര ചെയ്യാതിരിക്കുക. യാത്രാ മധ്യം നിങ്ങൾ സുഹൃത്തിന് കാണും. അപ്പോൾ സുഹൃത്തിനോട് ചോദിക്കുക എങ്ങോട്ടാണ് യാത്ര പോകുന്നത്. നിങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നത് വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖം തന്നെ, നാട്ടിലൊക്കെ നല്ല മഴയാണ് എന്നായിരിക്കും. അല്ലല്ലോ എന്നതുപോലെ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. മാഷ് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഈ ക്ലാസ്സിൽ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചതിന് ആ കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കണം. എന്നാണ് മാഷിൻ്റെ ഒരു ഏറ്റവും രസകരമായ കാര്യം. രണ്ടാമത്തെ ഒരു വിഷയം ഉണ്ട് ഇതുപോലെ. കാരണം എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ കഥകളൊക്കെ എല്ലാ അധ്യാപകരും ക്ലാസ്സിൽ പറയാറുണ്ടെന്ന് അറിയിട്ടോ. രണ്ടാമതൊരു സംഭവം 10ാം ക്ലാസ്സിലാവുന്നു. ഒരു ദിവസം ക്ലാസ്സിന് വന്നിട്ട് മാഷ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളൊരു സോപ്പ് വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാറ്? അപ്പോൾ മാഷ് ഇങ്ങനെ ഒരാളുകൾ ചൂണ്ടി ചോദിക്കുക എന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ ആളുകൾ ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ ചെയ്യുന്ന പോലെ പോലത്തെ പലരും ക്ലാസ്സിൽ ചോദിക്കും. അപ്പോൾ മാഷിനെ പറഞ്ഞ് ഓരോന്ന് മനം ഉണ്ടോ നോക്കും. ചില ആൾക്കാർ കാണാൻ നല്ല ചൊറുക്കുണ്ടോ, അപ്പോൾ കാണാൻ പുറത്ത് നല്ല ഭംഗിയുള്ള നടിമാർ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അത് വാങ്ങും. അങ്ങനെ പലത്തിനും പറയാം. അപ്പോൾ എൻ്റെ ചിൻപതുണ്ട് ഫഹീമിനോട് ചോദിച്ചു എന്താണ് സോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പോൾ ഫഹീമിന് TFM. ഞാനും വന്ന് ആദ്യമായിട്ടാണ് ആ വാക്ക് കേൾക്കുന്നത്. ഫഹീമിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വാക്ക് കേൾക്കുന്നത്. TFM നോക്കിയിട്ടാണ് വാങ്ങാറത്. പക്ഷേ പലക്കാം. പക്ഷേ ഫഹീമിനെ പരിഹരിച്ച് പറഞ്ഞു. അപ്പോൾ TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റ് മാറ്റർ എന്നാണ്. അപ്പോൾ ഓരോ സോപ്പിനും നമ്മൾ വാങ്ങുമ്പോൾ നോക്കിയാൽ മതി. ആ സോപ്പിൻ്റെ പിറകെ സൈഡിലുണ്ടാവും എത്രയാണ് ആ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന TFM എന്നുള്ളത്. TFM അനുസരിച്ച് സോപ്പിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവും. മാസം വന്നു ഇങ്ങനെ TFM നോക്കിയിട്ട് നല്ല ആരും വാങ്ങല്. ഇപ്പോൾ ഫൈവിൻ്റെ കാര്യത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഞാനും ഇന്നൊരു സോപ്പ് അന്ന് വരെ ഒരു സോപ്പ് വാങ്ങുന്ന സമയത്ത് TFM ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോഴും സോപ്പ് വാങ്ങുന്ന സമയത്ത് നമ്മൾ TFM ഒക്കെ ശ്രദ്ധിക്കാറില്ല. നമുക്ക് കംഫർട്ടബിൾ ആയ സോപ്പ് ഏതാണോ അതോ വാങ്ങി പോരാറാം. അപ്പോൾ മാഷ് പറഞ്ഞു നമ്മൾ ഓഫ് കോഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് കാണാൻ നല്ല പാക്കിങ് നല്ല രസമുണ്ട്, മണം ഉണ്ടോ. ഇത് തന്നെയാണ് അത്ര വിജയ് മല്യ എന്ന ബിസിനസ് ടൈക്കുന്നുണ്ട്. വിജയ് മല്യ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ എക്കണോമിയിൽ ഇങ്ങനെ എന്താ പറയുക അത് പീക്കിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ വിജയ് മല്യയുടെ ബിസിനസ് രഹസ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് 5 രൂപയുടെ സോപ്പ് 10 രൂപയുടെ കൂടുതലിട്ടിട്ട് 50 രൂപയ്ക്ക് വിൽക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത്. അന്ന് ആ ക്ലാസ്സിലെ പല കുട്ടികളിലേക്കും ഒരു ഓൺട്രപ്രണറെ മൂപ്പർ എന്ത് ചെയ്യാണ് ബഡ് ചെയ്ത് തരിക. അതൊരു ക്ലാസ്സിലെ അധ്യാപകൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അധ്യാപകൻ ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുന്നതിൽ ആ അധ്യാപകൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് വളരെ ഹൈ ആവും. അപ്പം അങ്ങനെയൊക്കെ രസകരമായ കഥകൾ പറയുന്നതാണ് അജിത്ത് മാഷ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കഥകളുണ്ട്. ഞങ്ങൾക്ക് ഈ 10ാം ക്ലാസ്സിൻ്റെ SSLC എക്സാമിൻ്റെ സെക്കൻഡറി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് എന്നാണ് SSLCൻ്റെ ഫുൾ ഫോം. അതും അജിത്ത് മാഷ് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ ഈ SSLC എക്സാമിന് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. മാഷ് പഠിപ്പിക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പം എനിക്ക് അന്ന് 10ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അതായത് സമാന്തര ശ്രേണികൾ എന്നാണ് മലയാളത്തിൽ. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് 10ാം ക്ലാസ് വരെയൊക്കെ. അപ്പോൾ ഈ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക
ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന എന്താ പറയുക നമ്പേഴ്സിനെ നമുക്ക് 246 അല്ലെങ്കിൽ 135 ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ 7 14 21 അങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സംഖ്യകളാണ് നമ്മൾ എന്ത് പറയുന്നത് സമാന്തര ശ്രേണികളൊന്നും അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞത് ഞാൻ മാഷ് ക്ലാസ് തുടങ്ങുന്നത് എങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററുകൾ ഒന്നാണ് ഇത്. കാരണം എൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ ഒരു അരിത്തമെറ്റിക് പ്രൊഫഷനിലാണ് 246369 എന്നാണ്. അത് ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്ത് വെക്കുന്ന കാര്യം കേട്ടോ. ഇത്തമാഷിൻ്റെ ഇപ്പോൾ ലാൻഡ് ഫോൺ നമ്പർ അതായത് 04931 ആണ് വണ്ടൂരിൻ്റെ STD കോഡ്. അതിന് പുറമെ മാഷ് വീട്ടിലെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് 246 369 369 മമ്മൂക്കാനെ വണ്ടിൻ്റെ ഫോൺ നമ്പർ ഇതൊക്കെയാണ്. അപ്പോൾ ഈ മാഷ അത് ഉദ്ദേശിച്ച് അങ്ങനെയാണ് മമ്മൂട്ടി ഫാൻ ആയിരുന്നോ എനിക്കറിയില്ല. പക്ഷേ മാഷ് പറഞ്ഞത് മാത്സിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഇത് 2 സമാന്തര ശ്രേണികളാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതൊക്കെയെന്ന് മാഷ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മാഷിൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ എന്താണെന്നുള്ളത് മാഷ് പഠിപ്പിച്ച രീതിയുടെ ഭാഗമായിട്ട് ഞാൻ ഓർത്തെടുക്കുന്നുണ്ടോ. മറ്റൊരു കഥ പറയാനുള്ളത് ഈ എക്സാം അടുക്കുന്ന സമയത്ത് മാഷ് ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ ക്ലാസ്സിൽ വന്ന സമയത്ത് മാഷ് ബോർഡിൽ ഇങ്ങനെ എഴുതി വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻ്റ്ലി ദേ വിൽ തിങ്ക് ഡിഫറെൻ്റ്ലി ശിവഗേര. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആളെക്കുറിച്ച് കേൾക്കുന്നത്. മാഷ് ചോദിച്ചു ആരും നീ ശിവഗേരയെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ക്ലാസ്സിൽ ആർക്കും അറിയില്ല, ശിവഗേരയെ കുറിച്ച് ആർക്കും അറിയില്ല. മാഷ് പറഞ്ഞു ഇന്ന് ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് യു ക്യാൻ വിൻ എന്ന ബുക്ക്. ആ പുസ്തകത്തിലെ വാചകമാണത്. വിജയികൾ ഒരിക്കലും വ്യത്യസ്തമായി ചെയ്യുന്ന ആളല്ല, ഒരു വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വ്യത്യസ്തമായി ചെയ്യണം നിർബന്ധമില്ല. അങ്ങനെ വളരെ ഹൈ റിച്ച് മോട്ടിവേഷൻ തന്ന ഒരാളായിരുന്നു അജിത്ത് മാഷ്. അപ്പം ഇതൊക്കെയാണ് അജിത്ത് മാഷിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ, അജിത്ത് മാഷുമായി ബന്ധപ്പെട്ട കഥകൾ എന്നുള്ളത്. അത് പല സമയത്തും ഓർത്ത് വെക്കാൻ ഈ കഥകൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സോപ്പും TFMൻ്റെയും കഥ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഈ കഥ. അപ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ ഇഷ്ടമുള്ള ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കഥകളാണ്. അജിത്ത് മാഷെ ഞാൻ അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പല സമയത്ത് കണ്ടിട്ടുണ്ട്. അജിത്ത് മാഷിൻ്റെ മകനുണ്ട്, അവനെയും ഞാൻ ഇതുപോലെ അജിത്ത് മാഷ് വീടുന്നാൽ എന്നെ ഒന്ന് വളരെ വാക്കുകൾ ഡിസ്റ്റൻസുള്ളൊരു സ്ഥലത്താണ്. ഒരു 1-2 കിലോമീറ്റർ ഉള്ളിലാണ് അജിത്ത് മാഷ് താമസിക്കുന്നത്. നാട്ടിൽ പരിചയമുള്ള അധ്യാപകനാണ്. ഇന്നും വളരെ സന്തോഷത്തോടെ അജിത്ത് മാഷ് പോകുന്നു. പിന്നെ അജിത്ത് മാഷ് ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് മറ്റൊരു ജില്ലയിലേക്ക് മാറിയിരുന്നു. പക്ഷെ ഇന്നും വണ്ടൂരിൽ സജീവമായ കാര്യങ്ങൾ ഇടപെടുന്ന അധ്യാപകനാണ് അജിത്ത് മാഷ്. ഇതാണ് അജിത്ത് മാഷിനെ കുറിച്ച് പറയാനുള്ള കഥകൾ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് അധ്യാപകൻ ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.